ദിവസം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 2-ാം ദിവസമായ ഇന്ന് ഒരുമിച്ചുള്ള ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 9:2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബേത്ലഹേമിൽ ജനിച്ച ശിശു എന്ന നിലയിലും മടങ്ങി വരുന്ന രാജാവ് എന്ന നിലയിലും നാം ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ആഗമന കാലമാണല്ലോ. ഒരു പ്രതീക്ഷയുടെയും തയ്യാറെടുപ്പിന്റെയും സമയമാണിത്. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ ഏറ്റവും ഗഹനമായ ഒരു പ്രവചനം ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ 4 ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമതായി, ഈ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ജനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഒന്നാമതായി നാം ചിന്തിക്കുന്നത് ഇരുട്ടും വെളിച്ചവും എന്നിവയെ കുറിച്ചാണ്. നിരാശയുടെയും പാപത്തിന്റെയുമായ ഒരു പ്രതീകം ക്രിസ്തുവിന്റെ വരവിന് മുൻപുള്ള മനുഷ്യരാശിയെ ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ ഇരുട്ട് എന്ന് പറയുന്നത്. എന്നാൽ യെശയ്യാവ് ഒരു വഴിതിരിവ് നൽകുകയാണ്. ഒരു വലിയ വെളിച്ചം. ഈ വെളിച്ചം മിശിഹായുടെ പ്രതീക്ഷയാണ്. ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവൻ എങ്ങനെയാണ് ലോകത്തിന് വെളിച്ചമാകുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12 കാണാൻ സാധിക്കുന്നു. രണ്ടാമതായി, യെശയ്യാ പ്രവാചകൻ ദൈവജനത്തിന്റെ ഒരു സമൃദ്ധമായ വിളവെടുപ്പിന്റെ സന്തോഷത്തെയും സൂചിപ്പിക്കുകയാണ്. അതായത് ഒരു മോചനത്തിന്റെ സന്തോഷം. യെശയ്യാ പ്രവാചകൻ ദൈവജനത്തിന്റെ സന്തോഷത്തെ സമൃദ്ധമായ വിളവെടുപ്പിന്റെയും സന്തോഷത്തോടും ശത്രുക്കളെതിരായ വിജയത്തോടും താരതമ്യം ചെയ്യുന്നു. ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും മോചനത്തിന് ലഭിച്ച സന്തോഷം. വരാനിരിക്കുന്ന മിശിഹായിലൂടെ ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ കൊണ്ടുവരുന്ന സന്ദർഭമാണ് യെശയ്യാവ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ആഗമനകാലത്ത് ക്രിസ്തു കൊണ്ടുവരുന്ന വിടുതലാണ് യഥാർത്ഥ സന്തോഷം. മൂന്നാമതായി, വാഗ്ദത്ത ശിശുവിനെ നാം ഇവിടെ കാണുന്നു. മൂന്നാമതായി നാം ചിന്തിക്കുന്നത് ഒരു വാഗ്ദത്ത ശിശുവിനെ കുറിച്ചാണ്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. മോചനത്തിനായുള്ള ദൈവത്തിന്റെ പദ്ധതി. രക്ഷ ലഭിക്കുന്നത് സൈനിക ശക്തിയിലൂടെയോ ഒരു രാഷ്ട്രീയ ശക്തിയിലൂടെയോ അല്ല, പിന്നെയോ മറിച്ച് ഒരു കുഞ്ഞിന്റെ ജനനത്തിലൂടെയാണ്. യെശയ്യാവ് ഈ കുട്ടിക്ക് 4 പദവികൾ ഈ ഭാഗത്ത് നൽകുന്നതായി നാം കാണുന്നു. ഒന്നാമതായി, അത്ഭുതകരനായ ഒരു ഉപദേശകന്റെ പദവി. 2, ശക്തനായ ഒരു ദൈവത്തിന്റെ പദവി. 3, നിത്യം പിതാവ് എന്ന പദവി. 4, സമാധാനത്തിന്റെ രാജകുമാരൻ എന്നീ 4 പദവികൾ യെശയ്യാ പ്രവാചകൻ ഈ ഭാഗത്ത് ഈ നവജാത ശിശുവിന് നൽകുകയാണ്. ക്രിസ്മസിന് തയ്യാറെടുക്കുമ്പോൾ ഈ ഭാഗം യേശു ആരാണെന്നും അവൻ എന്താണ് ചെയ്യാൻ വന്നതെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നാലാമതായി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് സമാധാനത്തിന്റെയും നീതിയുടെയും ഭരണമാണ്. മിശിഹായുടെ നിത്യവാഴ്ചയെക്കുറിച്ചുള്ള ദർശനത്തോടെ യെശയ്യാവ് അവസാനിപ്പിക്കുകയാണ്. പരിമിതമായ സാഹചര്യത്തിൽ ജനിച്ച ഈ കുട്ടി നീതിയും സമാധാനവും കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു രാജ്യം സ്ഥാപിക്കും. അവന്റെ ഭരണം ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് എല്ലാവരെയും പ്രവാചകൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭാഗത്തിലൂടെ. മിശിഹായുടെ ഒരു നിത്യമായ വാഴ്ചയുടെ ദർശനം ഈ വേദഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് യെശയ്യാവ് ഓർമ്മപ്പെടുത്തുകയാണ്. 4 ചിന്തകളാണ് ഈ ഭാഗത്തിലൂടെ നാം ചിന്തിക്കുന്നത്. 1, ഇരുട്ടും വെളിച്ചവും എന്നിവയെക്കുറിച്ച്. രണ്ടാമതായി, ഒരു മോചനത്തിന്റെ അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിന്റെ സന്തോഷത്തെക്കുറിച്ച്. മൂന്നാമതായി, വാഗ്ദത്ത ശിശുവിനെ കുറിച്ച്. 4, സമാധാനത്തിന്റെയും നീതിയുടെയും ഭരണത്തെക്കുറിച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അന്ധകാരത്തിൽ നടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ക്രിസ്തു ആരാണെന്നും അവൻ എന്താണ് ചെയ്യാൻ വന്നതെന്നും ഈ ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. കർത്താവേ, അന്ധകാരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിത്യമായ പ്രകാശത്തെ ചൊരിയുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആമീൻ.